സപ്തഭാഷാ സംഗമ ഭൂമിയിൽ സത്യപ്രതിജ്ഞയിലും ഭാഷാ വൈവിധ്യം. കാസർഗോഡ് നഗരസഭയിലേക്ക് അംഗങ്ങൾ വിവിധ ഭാഷകളിലായാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട KM ഹനീഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആയിഷ സലാം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫിറോസ് അടിക്കത്തുവരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. I, Shruti K.S., having been elected as a councillor of Kasaragod Municipal Council, do swear in the name of God, do solemnly swear that I will bear the true faith and neglect allegiance to the Constitution of India as by law established, and that I will faithfully discharge the duty upon which I am about to enter to the best of my ability, knowledge and judgment, without fear or favor, affection or malice. ಕಾಸರಗೋಡು ನಗರಸಭೆಯ ಕೌನ್ಸಿಲರ್ ಆಗಿ ಆಯ್ಕೆಯಾದ ವಿದ್ಯಾ MKM ನಾನು ನಿಯಮಾನುಸೃತವಾದ ಜಾರಿಗೊಂಡ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ನಿಜವಾದ ನಂಬಿಕೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನು ಹೊಂದುತ್ತೇನೆ ಮತ್ತು ನನ್ನ ಅಧಿಕೃತ ಕರ್ತವ್ಯವನ್ನು ಭಯ, ಒಲವು, ವಾತ್ಸಲ್ಯ ಅಥವಾ ದುರುದ್ದೇಶವಿಲ್ಲದೆ ನಿರ್ವಹಿಸುತ್ತೇನೆ. ಈ ಹುದ್ದೆಯ ಕರ್ತವ್ಯಗಳನ್ನು ನನ್ನ ಸಾಮರ್ಥ್ಯ, ಜ್ಞಾನ ಮತ್ತು ವಿಚೇತನೆಗೆ ತಕ್ಕಂತೆ ನಿಷ್ಠೆಯಿಂದ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ದೇವರ ಹೆಸರಲ್ಲಿ ಸತ್ಯಪ್ರತಿಜ್ಞೆ ಮಾಡುತ್ತೇನೆ. കാസർഗോഡ് നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഭാഷാ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. 39 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു ചടങ്ങ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ വരണാധികാരിയായ ഹരികൃഷ്ണൻ, മുതിർന്ന അംഗം 27-ാം വാർഡിൽ നിന്നുമുള്ള KM ഹനീഫിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പിന്നീട് ഓരോ അംഗങ്ങൾക്കും KM ഹനീഫ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് ക്രമനമ്പർ പ്രകാരമാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അംഗങ്ങളിൽ കൂടുതൽ പേരും മലയാളത്തിലും കന്നഡയിലും മറ്റുള്ളവർ ഇംഗ്ലീഷിലും തുളുവിലും സംസ്കൃതത്തിലും സത്യപ്രതിജ്ഞ ചൊല്ലി. ഇത്തരത്തിൽ 5ഓളം ഭാഷകളിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അല്ലാഹുവിന്റെ നാമത്തിലും ദൈവനാമത്തിലും ഈശ്വരനാമത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി. ദൈവകുലങ്ങളുടെ നാമത്തിലും ശബരിമല ശാസ്താവിന്റെ നാമത്തിലും ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. തിങ്ങി നിറഞ്ഞ വലിയ ജനക്കൂട്ടത്തിന് മുന്നിലായിരുന്നു അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തത്. വൈവിധ്യങ്ങളുടെ നാടിനിത് പുതുമ അല്ലെങ്കിലും ചടങ്ങിനെത്തിയവർക്ക് ഇത് കൗതുകമായി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അംഗങ്ങളുടെ ആദ്യ യോഗവും ചേർന്നു. മുതിർന്ന അംഗം KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ജില്ലയിലെ 38 ഗ്രാമപഞ്ചായത്തുകളിലും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലും അതത് വരണാധികാരികളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മിക്കയിടങ്ങളിലും ആദ്യം മുതിർന്ന അംഗത്തിന് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് മുതിർന്ന അംഗം മറ്റംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നത്. ജില്ലയിലെ മുഴുവൻ തദ്ദേശ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ സമാധാനപരമായാണ് പൂർത്തിയായതെന്ന് അധികൃതർ വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.